ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോസീസ് രുചിക്കൂടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. തനി നാടൻ അവിയൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ അവിയലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് അവിയലിന് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം ഒരുവിധം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. മത്തങ്ങയൊന്നും ഇടണ്ട. അല്ലാത്ത വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി, ഞാനിന്ന് ഉരുളിയിലാണ് വയ്ക്കുന്നത്. ഉരുളി നമുക്കെടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ മാറി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നിരത്തി വച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാം. എന്നിട്ട് മീഡിയം തീയിൽ വയ്ക്കണം. വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം, എന്ന് വെച്ചാൽ ഓവറല്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ തിന്നോട്ടെ. നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നോക്കിയിട്ടിടും. അപ്പോൾ ഇനി അത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അവിയലിൻ്റെ അരപ്പിന് ഞാൻ കുറച്ച് തേങ്ങ, കുറച്ച് മുളക് പൊടി, കറിവേപ്പില, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ചുവന്നുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ജീരകം. ഇത്രയും കൂടെ വെച്ച് നമുക്ക് ചതച്ചെടുക്കാം. നല്ലപോലെ അരയേണ്ട, ചതച്ചെടുക്കാം. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കാം. ഏകദേശം ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അരപ്പൊക്കെ നല്ല വെന്ത് അതിന് ശേഷം ഇളക്കി കൊടുക്കാം. അപ്പം നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ അടിയിൽ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ വെച്ചത് കൊണ്ട് നമുക്ക് അടിയിൽ
പിന്നെ കുറവായിരിക്കും, എന്നാലും നമ്മൾ നോക്കണം. പക്ഷേ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഉപ്പ് നോക്കണം. പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. തരക്കരി തൈര് എത്രയും വേണമെന്നില്ല, കുറച്ച് തൈരിൽ നമ്മൾ വാളംപുളി പിഴിഞ്ഞൊഴിച്ചാലും മതി. അത് ഇളക്കി ഇനി നമുക്ക് ലേശം കറിവേപ്പിലയും ആദ്യം നമ്മൾ ഓൾറെഡി ഇട്ടു, എന്നാലും കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കി നമ്മുടെ അവിയൽ. ഇവിടെ സ്പെഷ്യൽ അവിയൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഒന്നുകൂടി 1-2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യാത്ത കുട്ടികളൊക്കെ കാണും. അപ്പോൾ വലിയവർക്കൊക്കെ അറിയാവുന്നതാണ്. പുതിയ കുട്ടികൾക്കൊക്കെ ചിലപ്പം അവിയലൊക്കെ പൊതുവെ വെജിറ്റബിൾ കഴിക്കുന്നവർക്കാണ്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ എല്ലാവരും കഴിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം.